ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ദ ഫീറ്റൽ സ്റ്റേജിന്റെ കംപ്ലീറ്റ് ദ ഡെവലപ്മെന്റ് നോക്കാം. എല്ലാവർക്കും ഈ പറഞ്ഞ ദ ഫീറ്റൽ സ്റ്റേജിന്റെ ഈ പറഞ്ഞ ദ ഡെവലപ്മെന്റ് നോക്കാമോ? ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് കിട്ടും. മിക്കവാറും സ്ഥിരം എക്സാംസിന് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ദ ഫീറ്റൽ സ്റ്റേജിന്റെ ഈ പറഞ്ഞ ദ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം അവിടെ? എല്ലാവർക്കും അറിയാമോ? യെസ് ഓർ നോ? അറിയാമോ? ഗുഡ് ഈവനിങ്. അറിയാം, ഗുഡ് ഈവനിങ്. പറഞ്ഞോടെ, എല്ലാവർക്കും അറിയാമോ ഈ പറഞ്ഞ ദ ഫീറ്റൽ സ്റ്റേജിന്റെ ഈ പറഞ്ഞ ദ ഡെവലപ്മെന്റിനെ കുറിച്ച് അറിയാമോ? ഒരു ചോദ്യം മിക്കവാറും എല്ലാ കേരള PC എക്സാമിനും ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അറിയാമോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ ചോദിക്കാന്നല്ല, ഇത് ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ഏരിയയാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അറിയാം, ഇത് കുറച്ചറിയുന്ന ആൾക്കാർ കുറച്ചുണ്ട്. ഇത് ഒട്ടും അറിയാത്ത ആരെങ്കിലുണ്ടോ? തുറന്നു പറയണം, ഇവിടെ ഓപ്പണായി പറയണം. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞൂടാ എന്ന് തന്നെ പറയണം. അങ്ങനെ പറഞ്ഞ് പഠിക്കുക, ഇപ്പോഴേ പഠിക്കുക. ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒന്നും മടിക്കണ്ടേ? എല്ലാവരും ഓപ്പണായി പറയും. ആർക്കൊക്കെ അറിഞ്ഞൂടാ? അത് പഠിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ചറിയാം. അടുത്ത ഒട്ടും അറിയാത്ത ആരെങ്കിലും പറയണം, ഇപ്പൊ തന്നെ പറയണം. വരട്ടെ. ഈ പറഞ്ഞ ഫീറ്റൽ സ്റ്റേജിന്റെ ഈ പറഞ്ഞ ദ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒട്ടും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓപ്പണായി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം ഹെഡിങ് ഇട്ടോ, ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ്. ഹെഡിങ് ഇട്ടോ, ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. യെസ്. ഫസ്റ്റ് വരുന്ന കാര്യം ഈ ഫീറ്റസിന്റെ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എംബ്രിയോ വരുന്നത് അത് എക്ടോഡേമിൽ നിന്നാണോ, അത് എൻഡോഡേമിൽ നിന്നാണോ, ഓർ ദ മീസോഡേമിൽ നിന്നാണോ, അതോ ഇത് മൂന്നിൽ നിന്നാണോ? പറയണം. എക്ടോഡേമാണോ, എൻഡോഡേമാണോ, അതോ അത് മൂന്നിൽ നിന്നാണോ? ഒരു ചോദ്യം വരുന്നത് ഫസ്റ്റ് കാര്യമാണ്. ഇത് മൂന്നിൽ നിന്നുമാണോ അതോ സിംഗിൾ ആയിട്ടാണോ? ഏതിനാ വരുന്നത്? ഇത് മൂന്നിൽ നല്ല എക്ടോഡയം ഉണ്ട്, ആൻഡ് എൻഡോഡയം ഉണ്ട്, ആൻഡ് ദ മീസോഡയം. ഇത് മൂന്നിൽ നിന്നുമാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോവാ എന്താ? ഈ പറഞ്ഞ ഇത് ഫീറ്റസിന്റെ ഇത് ഡെവലപ്മെന്റ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. സോ ഹെഡിങ് ഇട്ടുകൊള്ളുക, ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ദ എംബ്രിയോ. ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസും ആൻഡ് ദ എംബ്രിയോയും നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് എംബ്രിയോ ആവുന്ന എപ്പോഴേ? ഇത് ഫസ്റ്റ് എംബ്രിയോ ആവുന്ന എപ്പോഴാ? അത് എത്രാമത്തെ വീക്കിലാണ് ഫസ്റ്റ് എംബ്രിയോ ആവുന്നത്? ചോദിക്കട്ടെ, ഇത് എപ്പോഴാ ഫസ്റ്റ് എംബ്രിയോ ആവുന്ന എപ്പോഴാ? എത്രാമത്തെ വീക്കിലാ? ഇറ്റ് ഈസ് 0 to 8 ആണോ? 0 to 8 ആണോടെ? എല്ലാരും പറയാ. എല്ലാരും പറയും ആണോ? അപ്പൊ ഫസ്റ്റ് 2 വീക്കിനെ പറയുന്നത് എന്താ? അല്ല, ഫസ്റ്റ് 2 ആഴ്ചയെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ആദ്യത്തെ 2 ആഴ്ചയെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ പ്രീ എംബ്രിയോണിക് പീരീഡ് ആണ്. ഫസ്റ്റ് 2 ആഴ്ച, ആദ്യ 2 ആഴ്ചയെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ പ്രീ എംബ്രിയോണിക് പീരീഡ് ആണോ? ഫസ്റ്റ് 2 ആഴ്ച, ആദ്യ 2 ആഴ്ചയെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് പ്രീ എംബ്രിയോണിക് പീരീഡ് എന്ന് വിളിക്കുക അല്ലേ? നമ്മൾ ഈ പറഞ്ഞത് സൈഗോട്ട് ഡെവലപ്മെന്റ് പഠിക്കും, ഇത് ആദ്യം പഠിക്കാം. ആദ്യ 2 ആഴ്ചയെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് പ്രീ എംബ്രിയോണിക് സ്റ്റേജ് എന്ന് വിളിക്കാം. ഇനി പറഞ്ഞ എംബ്രിയോണിക് പീരീഡ് എത്രയാ? ഇനി പറഞ്ഞ എംബ്രിയോണിക് പീരീഡ് എന്ന് പറയാ എത്രയാ?
2 to 3 വീക്ക് ആണോ? 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 ചോദിക്കുകയാണ്. 2 to 3 വീക്ക് ആണോ? എംബ്രിയോണിക് പീരീഡ് എന്ന് പറയുമ്പോൾ 2 to 3 വീക്ക് ആണ്. ആ സമയത്തുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടായിരിക്കും? ഫസ്റ്റ് വരുന്ന കാര്യമാണ്. ആ സമയത്തുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എത്രയായിരിക്കും? കുഞ്ഞ് വളരെ കുഞ്ഞ് എത്രയായിരിക്കും ഇവിടെ? 1.5 തൊട്ട് ഒരു 2 മില്ലിമീറ്റർ ആണോ? ഒരു 1.5 തൊട്ട് ഒരു 2 മില്ലിമീറ്റർ വരെയാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അത് വളരെ കുഞ്ഞല്ലേടെ? വളരെ ചെറുതല്ലേടെ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെങ്കിലും വളരെ ചെറിയ സൈസ് ആണല്ലേടെ? ആണോ അല്ലയോ? ആണോ? യെസ്, വളരെ ചെറുതല്ലേ? അപ്പൊ ചോദിക്കട്ടെ, ഫസ്റ്റ് ചോദിക്കുകയാണ്. ഫസ്റ്റ് ആയത് 2 ആഴ്ച നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ പ്രീ എംബ്രിയോണിക് പീരീഡ് എന്ന് വിളിക്കും. ഫസ്റ്റ് 2 ആഴ്ചയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ പ്രീ എംബ്രിയോണിക് പീരീഡ് എന്ന് വിളിക്കും. ഇനി ഫസ്റ്റ് 2 to 3 വീക്സിനെ വിളിക്കുന്ന പേരെന്താ? ഫസ്റ്റ് 2 to 3 വീക്സിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് എ എംബ്രിയോണിക് പീരീഡ് എന്നും വിളിക്കും. ആ സമയത്തുണ്ടാകുന്ന ടോട്ടൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? സെന്റിമീറ്റർ ആണോ അതോ മില്ലിമീറ്റർ ആണോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. സെന്റിമീറ്റർ ആണോ അതോ മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ. ക്വസ്റ്റ്യൻ കൃത്യമായി തന്നെ വായിക്കണം. മില്ലിമീറ്റർ ആണ്. അത് എത്ര മില്ലിമീറ്റർ ആണ്? അത് 1.5 തൊട്ട് ഒരു 2 മില്ലിമീറ്റർ വരെയാണ്. വളരെ കുഞ്ഞല്ലേ? അത് വളരെ കുഞ്ഞാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെങ്കിലും വളരെ ചെറിയ സൈസാണ്. ആ സമയത്ത് അവിടെ ഹാർട്ട് ഉണ്ടോ? ആ സമയത്ത് ഒരു ഹാർട്ട് ഉണ്ടോ? അവിടെ ഹാർട്ട് ഉണ്ടോ? ഉണ്ട്, ഹാർട്ട് ഉണ്ട്. ആ ഹാർട്ട് എന്ത് ഫോമിലായിരിക്കും? ക്വസ്റ്റ്യൻ അതാ വരുന്നത്. ഹാർട്ട് എന്ത് ഫോമിലാണ് ഉള്ളത്? ഇസ് ദ ട്യൂബുലാർ ഫോമിലല്ലേ? ഈ പറഞ്ഞ ഹാർട്ട് എന്ന് പറഞ്ഞത് അത് എന്ത് ഫോമിലായിരിക്കും? ഇസ് ദ ട്യൂബുലാർ ഫോമിലായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഒരിക്കലും മറക്കരുത്. ആ സമയത്ത് അത് എംബ്രിയോണിക് സ്റ്റേജിൽ ഈ പറഞ്ഞ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ട്യൂബുലാർ സ്റ്റേജിലായിരിക്കും. അവിടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ഉണ്ട്. ഹാർട്ട് ബീറ്റ് ഉണ്ട്. ഹാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ബീറ്റ് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ ചോദിക്കുന്ന കേരള PSC അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് അത് എപ്പോഴാണ് കേൾക്കുന്നത്? കേരള PSC സ്ഥിരം ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്ന എപ്പോഴെന്ന് ഉണ്ടോ? ഉണ്ട്. എപ്പോഴാ? 21st ഡേയിൽ 21ാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ആദ്യമായി കേൾക്കുന്നത്. എപ്പോഴാണ്? 21ാമത്തെ ദിവസം. 21ാമത്തെ ദിവസമാണ് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ ചോദിക്കും, പറ ഉത്തരം പറയണം. ഫസ്റ്റ് ഈ പറഞ്ഞ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് അത് എത്രാമത്തെ ആഴ്ച, എത്രാമത്തെ വീക്ക് തൊട്ടാണ്? ഫസ്റ്റ് പ്രീ എംബ്രിയോണിക് സ്റ്റേജ് 2 ആഴ്ച. 2 ആഴ്ചയല്ലേ? 2 ആഴ്ച. And the embryonic period is the 2 to 3 weeks അല്ലേ? 2 to 3 weeks. ആ സമയത്തുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്? 1.5 തൊട്ട് 2 മില്ലിമീറ്റർ ആണ് എന്താണ് ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ? വളരെ കുഞ്ഞല്ലേ? ആ സമയത്ത് ഈ പറഞ്ഞ ദ ഹാർട്ട് അത് ഫോം ചെയ്തിരിക്കും. മറക്കരുത്, ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് ഉണ്ടെങ്കിലും ആ ഹാർട്ട് എന്ത് ഫോമില? ഇത് ട്യൂബുലാർ ഫോമിലാണ്. ഹാർട്ട് ട്യൂബുലാർ ഫോമിലാണ്. അവിടെ
അവിടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ആ ഹാർട്ട് ബീറ്റ് തുടങ്ങും അല്ലേ? ഹാർട്ട് എന്താണ് അത് ബീറ്റ് തുടങ്ങും. അപ്പൊ ചോദിക്കും ഇത് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന സമയം എപ്പോഴാണ്? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എപ്പോഴാ? 21st ഡേ. അപ്പൊ ഈ പറഞ്ഞ 2 to 3 വീക്സ് ഇടയാണല്ലേ? ഈ പറഞ്ഞ 2 to 3 വീക്സ് ഇടയിലാണ് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. ഇതുവരെ പറഞ്ഞ ക്ലിയർ എവിടെ? ഇതുവരെ പറഞ്ഞ ക്ലിയർ. ഈ ക്വസ്റ്റ്യൻസ് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഇടയിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത്രയും സമയം പറഞ്ഞ ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് ക്വസ്റ്റ്യൻ സ്ഥിരം കേരള PSC ചോദിക്കുന്നതാണ്. ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് എന്ന കാര്യം എല്ലാ കേരള PSC എക്സാമിനും ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞത് ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ അവിടെ ഉള്ള കുട്ടിക്ക് ഈ പറഞ്ഞ ഹാർട്ടിന്റെ ചേമ്പേഴ്സ് എല്ലാം ഉണ്ടോ? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ഹാർട്ട് ചേമ്പേഴ്സ് ഉണ്ടോ? ചേമ്പേഴ്സിലുണ്ടോ? ഇല്ല. അവിടെ ചേമ്പേഴ്സ് ഒന്നും ഫോം ആയിട്ടില്ല. പിന്നെ എന്ത് ഫോമിലാ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ട്യൂബുലാർ ഫോമിലാണ് അല്ലേ? ഒരു ട്യൂബുലാർ ഫോമിലാണ് ഉള്ളത്. യെസ്. അപ്പോൾ ഈ പറഞ്ഞ 21ാമത്തെ ദിവസത്തിലാണ് എന്താണ് ഇത് ഫസ്റ്റ് ബീറ്റ് വരുന്നത് അല്ലേ? 21ാമത്തെ ദിവസം എത്തുമ്പോൾ ഈ പറഞ്ഞ ഹാർട്ട് അത് ബീറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴല്ലേ ഈ പറഞ്ഞ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആണോടെ? അപ്പോഴല്ലേ ഈ പറഞ്ഞത് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് എപ്പോഴും ഈ പറഞ്ഞത് സർക്കുലേഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നമ്മൾ ഈ പറഞ്ഞ ജംലെയർ ഒക്കെ പഠിക്കും. ഈ പറഞ്ഞ ജംലെയറിൽ നിന്ന് അത് ഏതിന്നാ വരുന്നത്? എക്ടോഡേമിൽ നിന്നാണോ അതോ മീസോഡേമാണോ എൻഡോഡേമോ? ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, ഏതിന്നാ വരുന്നത്? 3 മൂന്നിന്നായിരിക്കല്ലേ? ഈ പറഞ്ഞ ബ്രെയിൻ സ്പൈനൽ കോഡ് വരുന്നത് ഏതെന്നാ? ചോദിക്കട്ടെ, ഈ പറഞ്ഞ ബ്രെയിൻ സ്പൈനൽ കോഡ് വരുന്നത് ഏതെന്നാ? എക്ടോഡേമാണോ എൻഡോഡേമാണോ മീസോഡേമാണോ? ഇത് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് ഏതിൽ നിന്നാണ്? എക്ടോഡേം. പഠിക്കും. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു കുട്ടി വരുമ്പോ കുട്ടിയുടെ ഫസ്റ്റ് ബ്ലഡ് ഈ പറഞ്ഞ സർക്കുലേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സർക്കുലേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്, 2021. യെസ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. അടുത്ത് എല്ലാവരും പഠിക്കുന്നുണ്ടോ? അവിടെ എല്ലാവരും പഠിക്കുന്നുണ്ടോ? യെസ്, പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ പറഞ്ഞ 2 to 3 വീക്സ് പറഞ്ഞു. ഫസ്റ്റ് ഈ പറഞ്ഞ 2 to 3 വീക്സ് എല്ലാവരും ക്ലിയർ ആയോ? ഫസ്റ്റ് ഈ പറഞ്ഞ 2 to 3 വീക്സ് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞു തന്ന ഈ പറഞ്ഞ 2 to 3 വീക്സ് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ അടുത്ത 5 മുതൽ 6 വീക്കിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അടുത്തൊരു 5 മുതൽ 6 വീക്കിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആ സമയം എത്തുമ്പോൾ അടുത്ത 5 മുതൽ 6ാമത്തെ വീക്ക് വരെ എത്തുമ്പോൾ ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയുണ്ടായിരിക്കും? ഇപ്പൊ മില്ലിമീറ്റർ അല്ല, എത്രയായിരിക്കും? ഇപ്പൊ മില്ലിമീറ്റർ അല്ല, ഇപ്പൊ എത്രയായിരിക്കും? പറയൂ, കമന്റ്. സെന്റിമീറ്ററിലോട്ടായല്ലേ? അപ്പൊ സെന്റിമീറ്ററിലാവുന്നത് ടോട്ടൽ ലെങ്ത് സെന്റിമീറ്ററിലോട്ടാവുന്നത് 5 മുതൽ 6ാമത്തെ വീക്ക് തുടങ്ങുമ്പോഴാണ്.
ഒരു കുട്ടിയുടെ ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് സെന്റിമീറ്ററിലോട്ട് ആവുന്നത് എപ്പോഴാ? 5 മുതൽ 6ാമത്തെ വീക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഒരു കുട്ടിയുടെ ഈ പറഞ്ഞ എംബ്രിയോടെ ടോട്ടൽ ലെങ്ത് ആയ 1.5 തൊട്ട് 2 മില്ലിമീറ്റർ വരുന്ന ഈ പറഞ്ഞ ടൈം പീരീഡ് ഏതാണ് ടൈം പീരീഡ്? ഏതാ അത് ഏത് പീരീഡാ? ഏത് പീരീഡ്? അത് എത്രാമത്തെ വീക്കാണ്? 2 to 3 weeks. 2 to 3 weeks. സെന്റിമീറ്ററിലാവുന്നത് എപ്പോഴാ? അത് സെന്റിമീറ്ററിലോട്ടാവുന്നത് എപ്പോഴാ? 5 മുതൽ 6ാമത്തെ വീക്കിന്റെ തുടക്കത്തിലാണ്. ഒരു 1/2 സെന്റിമീറ്റർ അല്ലേ? 1/2 സെന്റിമീറ്റർ ആണോ? 5 മുതൽ 6ാമത്തെ വീക്ക് എത്രയായിരിക്കും? ഒരു 0.4 തൊട്ട് ഒരു 0.5 സെന്റിമീറ്റർ അല്ലേ? 5 മുതൽ 6ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് 1/2 സെന്റിമീറ്റർ ആയ 0.5 സെന്റിമീറ്റർ വരെ ഈ പറഞ്ഞ ടോട്ടൽ ലെങ്ത് എത്തുന്നത്. മറക്കരുത്, 6ാമത്തെ ആഴ്ചയിലാണ് ഈ പറഞ്ഞതിന്റെ 0.5 സെന്റിമീറ്റർ വരെ ഉള്ളത്. അപ്പൊ എത്ര വെയിറ്റ് ഉണ്ടായിരിക്കും? അറിയാം ആർക്കെങ്കിലും? ഈ പറഞ്ഞ എംബ്രിയോടെ ആ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 0.4 ഗ്രാം അല്ലേ? അപ്പോഴേക്കും ആ ഒരു ടൈം പീരീഡ് എത്തുമ്പോഴാണ് ഇതിന്റെ വെയിറ്റ് ഈ പറഞ്ഞ എംബ്രിയോടെ ടോട്ടൽ വെയിറ്റ് ചോദിക്കുകയാണെങ്കിൽ 0.4 ഗ്രാം ആണോ അതോ kg ആണോ? ഇത് ഗ്രാം ആണോ kg ആണോ? ഗ്രാം ആണോ kg ആണോ? ഗ്രാം 0.4 ഗ്രാം. അപ്പൊ ചോദിക്കും 5 മുതൽ 6ാമത്തെ വീക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ എംബ്രിയോടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? എത്രയാ ടോട്ടൽ വെയിറ്റ്? എത്രയുടെ? 0.4 ഗ്രാം അല്ലേ? 0.4 ഗ്രാം അല്ലേ? അത് നിങ്ങൾ ആരൊക്കെ അറിയാമോ? ഈ 6ാമത്തെ വീക്ക് എത്തുമ്പോൾ നിങ്ങൾ മിക്കവാറും ഈ പറഞ്ഞ ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നത് ആണോ അല്ലയോ? 6ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് മിക്കവാറും നിങ്ങൾ ഈ പറഞ്ഞ ഡോക്ടറിനെ ഒക്കെ കാണിക്കാൻ പോകുന്നത്. 6ാമത്തെ വീക്ക് എന്ത് ചെയ്യും? 6ാമത്തെ വീക്ക് സ്കാൻ എടുക്കാറുണ്ടോ? ഇത് USG എടുക്കാറുണ്ടോ? USG എന്തിനു വേണ്ടിയായിരിക്കും? എല്ലാവരും എടുത്തിട്ടുണ്ടോ ഈ കൂട്ടത്തില്? ആരെങ്കിലും എടുക്കാത്ത അറിയാണ്ട് ഇതുവരെയായിട്ട്? എടുക്കാത്തതായിട്ട് ആരുമില്ല ഇതിനകത്ത്. ഉണ്ട്, എല്ലാം എടുത്തിട്ടുണ്ടല്ലേ? 6ാമത് എന്തിനു വേണ്ടിയാടേ? അതിന്റെ കാരണം എന്താ? എന്തിനു കാണാനാ? അവിടെ എന്ത് കാണാൻ വേണ്ടിയാ? ഈ പറഞ്ഞ ഹാർട്ട് അവിടെ വിസിബിൾ ആയിരിക്കുമോ? ഡബിൾ ചേംബേഴ്സ് വിസിബിൾ ആയിരിക്കുമോ? ഈ പറഞ്ഞ ഹാർട്ടിന്റെ ഡബിൾ ചേംബർ അത് വിസിബിൾ ആവുന്ന ടൈം പീരീഡ് എപ്പോഴാ? 6ാമത്തെ വീക്കിലാണ്. 6ാമത്തെ വീക്കിലാണ് എന്താ സ്കാനിങ് എടുക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ USG സ്കാൻ എടുക്കുന്ന സമയത്താണ് ഹാർട്ടിന്റെ ഡബിൾ ചേംബേഴ്സ് അവിടെ വിസിബിൾ ആയിരിക്കുന്നത്. എത്ര ചേംബറുടെ ഡബിൾ ചേംബർ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് 2 to 3 വീക്സ് ആണ്. എന്താ ഫസ്റ്റ് 2 to 3 വീക്സിൽ ഈ പറഞ്ഞ ഹാർട്ട് എന്ത് ഫോമുല? ഫസ്റ്റ് 2 to 3 വീക്സ് ഹാർട്ട് എന്ത് ഫോമുല? ട്യൂബുലാർ ഫോം. പിന്നെ അത് പതിയെ ഈ പറഞ്ഞ ഡബിൾ ചേംബർ ആവുന്നത് എപ്പോഴാണ്? 6ാമത്തെ വീക്കിലാണോ? യെസ്. 6ാമത്തെ വീക്ക്. ആ സമയം എത്തുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ സമയം എത്തുമ്പോഴും ഈ പറഞ്ഞ ഏട്രിയം വെൻട്രിക്കുലർ അല്ലെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? സെപ്പറേറ്റ് ആയിട്ടില്ല. പക്ഷെ ഇവിടെ എന്തായിട്ടുണ്ട്? റൈറ്റും ലെഫ്റ്റും മാത്രമായിട്ടുണ്ടോ?
പക്ഷേ ഇവിടെ ഇസ് ദ റൈറ്റും ലെഫ്റ്റും മാത്രമായിട്ടുണ്ടോ? റൈറ്റും ലെഫ്റ്റും മാത്രമായിട്ടുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഇവിടെ റൈറ്റും ലെഫ്റ്റും മാത്രമേ ആയിട്ടുള്ളൂ. റൈറ്റും ലെഫ്റ്റും മാത്രമുള്ള ഒരു ഡബിൾ ചേംബർ മാത്രമേ 6ാമത്തെ വീക്കിൽ ആയിട്ടുള്ളൂ. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഇങ്ങനെ പഠിക്കാൻ പോകുന്നതല്ല അങ്ങനെയാണ്. യെസ്. അപ്പൊ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ വീക്ക് ഏതാ? ഇതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞ വീക്ക് ഏതാ? ഫസ്റ്റ് സ്റ്റാർട്ട് എല്ലാവരും പറയണം. 2 to 3 ആണോ? അത് 2 മാത്രമേ ഉള്ളൂ? ഇസ് ദ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് ഏതാ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. ഇസ് ദ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് ഏതാടെ? പ്രീ എംബ്രിയോണിക് സ്റ്റേജ് 2. പറയണം. ഫസ്റ്റ് 2 വീക്ക് ആണോ? ഇസ് പ്രീ എംബ്രിയോണിക് സ്റ്റേജ് എത്രയാണ്? ആദ്യത്തെ രണ്ടാഴ്ചയെ നമുക്ക് എന്താണ് ഇസ് ദ പ്രീ എംബ്രിയോണിക് സ്റ്റേജ് എന്നും അത് കഴിഞ്ഞുള്ള ഈ പറഞ്ഞ ഫസ്റ്റ് 2 to 3 വീക്സിനെ വിളിക്കുന്ന പേരെന്താ? എംബ്രിയോണിക് സ്റ്റേജ് എന്നും വിളിക്കാം. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? 1.5 തൊട്ട് ഒരു 2 സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ. അവിടെ ഈ പറഞ്ഞ ഹാർട്ട് എന്ത് ഫോമുല? ട്യൂബുലാർ ഫോം. അവിടെ ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന എപ്പോഴാ? 21st ഡേ. ആ സമയത്ത് ഈ പറഞ്ഞ ഹാർട്ട് എല്ലാ ചേംബറും ആയിട്ടുണ്ടോ? 5 മുതൽ 6 വീക്ക് എത്തുമ്പോൾ എത്ര ചേംബറാ? 2 ചേംബർ മാത്രമേ ഉള്ളൂ. റൈറ്റും ലെഫ്റ്റും മാത്രമേ ഉള്ളൂ. ഇതുവരെ പഠിക്കുക എളുപ്പമാണോ? എല്ലാവർക്കും? യെസ്. ഈസി അല്ലേ? ഇത് എപ്പോഴാ ഈ പറഞ്ഞ 2 മാറി ഈ പറഞ്ഞ 4 എത്തുന്ന എപ്പോഴാ? ഈ 2 മാറിയിട്ട് 4 ആവുന്ന എപ്പോഴാടെ? എപ്പോഴായിരിക്കും ഈ 4 ആവുന്ന എപ്പോഴായിരിക്കും? അതിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഫേസ് ഫോർമേഷൻ എപ്പോഴാ? ഈ പറഞ്ഞ ഫേസ് ഫോർമേഷൻ എത്രാമത്തെ വീക്കിലാ? അതും 6ാമത്തെ വീക്കിലാണോ? 6ാമത്തെ വീക്കിലാണോ? 6ാമത്തെ വീക്കിലല്ലേ? പറഞ്ഞ ഫേസ് ഫോർമേഷൻ എത്രാമത്തെ വീക്കിലാ? അതും 6ാമത്തെ വീക്കിലല്ലേ? ആണോ? എല്ലാരും പറ. യെസ്. അപ്പൊ 6 വരെ ക്ലിയർ ആയി. ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? 5ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ ഹാർട്ടിനൊരു ഒരു ഡബിൾ ചേംബറും ആണോടെ? 5ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ ഹാർട്ട് ഒരു ഡബിൾ ചേംബറും അവസാനം എത്തുമ്പോൾ അതിൽ 4 ചേംബറും ആയി മാറും. ശരിയാണോ അല്ലയോ? ഇനി 6ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്താ? എല്ലാവർക്കും കാര്യമുണ്ട്. 6ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? 6ാമത്തെ വീക്കിന്റെ തുടക്കം, നമ്മൾ 5 കഴിഞ്ഞു. 6ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഈ ഒരു പറഞ്ഞ ഹാർട്ട് അത് വിസിബിൾ ആയി തുടങ്ങുന്നത് എപ്പോഴാ? ഹാർട്ട് അത് വിസിബിൾ ആവുന്നത് എപ്പോഴാ? ഫസ്റ്റ് കേരള PC ക്വസ്റ്റ്യൻ. ഹാർട്ട് വിസിബിൾ ആവുന്നത് എപ്പോഴാ? 6ാമത്തെ വീക്ക് അല്ലേ? 6ാമത്തെ വീക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞത് ഹാർട്ട് വിസിബിൾ ആവുകയും അതുപോലെ തന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഫേസ് ഫോർമേഷൻ നടക്കുന്നത് 6ാമത്തെ വീക്കിലാണ്. മറന്നു പോകരുത്. 6ാമത്തെ വീക്കിലാണ് ഈ പറഞ്ഞ ഹാർട്ട് അത് വിസിബിൾ ആവും. മറക്കരുത്. മറക്കോടെ 5ാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്താ? ഇനി ആൻസർ പറയും.
അഞ്ചാമത്തെ വീക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ പ്രത്യേകത? അഞ്ചാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്താ പ്രത്യേകത? കമന്റ് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ പഠിക്കണം. അഞ്ചാമത്തെ വീക്കിന്റെ തുടക്കത്തിൽ എന്താ പ്രത്യേകത? ദ ഡബിൾ ചേംബർ. ഈ പറഞ്ഞ ദ ഡബിൾ ചേംബർ. ഇനി ഈ പറഞ്ഞ ദ ഹാർട്ട് അത് വിസിബിൾ ആവുന്ന എപ്പോഴാ? ആറാമത്തെ വീക്ക്. ഇതുവരെ ക്ലിയർ ആയല്ലോ. അത്ര ഹാർട്ടിനെ കുറിച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ദ ഫേസ് ഫോർമേഷൻ എപ്പോഴാ? 5 to 6 വീക്കിനിടയല്ലേ? 5 to 6 തുടങ്ങുമല്ലേ? ഈ ആറാമത്തെ വീക്കിൽ ഈ പറഞ്ഞ ഫേസ് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് ഒരു കോമൺ ആയിട്ട് ചിന്തിച്ചാൽ അറിയാം, ഈ ഫേസ് മാത്രമേ വരുത്തുള്ളൂ. ആൻഡ് ദ ലിംബ് ഫോം ചെയ്യോ? ആൻഡ് ദ ലിംബ്സ് ഫോം ചെയ്യോടെ? ഫോം ചെയ്യോ? അപ്പർ ലിംബും ലോവർ ലിംബും ഫോം ചെയ്യോ? ഇതുപോലെ ഈ കാണുന്ന പോലെ അപ്പർ ലിംബും ലോവർ ലിംബും ഫോം ചെയ്യോ? 5 മുതൽ 6 വീക്കിലാണ് ഇതും സംഭവിക്കുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബും രണ്ടും ഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ 5 മുതൽ 6 വീക്കിൽ തന്നെയാണ്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഫസ്റ്റ് 5 മുതൽ 6 വീക്കിൽ ഫസ്റ്റ് ഈ പറഞ്ഞ ഫേസ് ഫോർമേഷൻ ഉണ്ട്. ആൻഡ് ദ ലിംബുകൾ ഫോം ചെയ്ത് തുടങ്ങും. അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബും രണ്ടും ഫോം ചെയ്ത് തുടങ്ങും. ഇതുവരെ പറഞ്ഞത് എല്ലാരും ക്ലിയർ ആയോ? എല്ലാവർക്കും കമന്റ് ചെയ്യണം. എല്ലാവരും കമന്റ് അടുത്തുള്ള പോകത്തുള്ളൂ. ക്ലിയർ ആയി? നല്ല കാര്യം. ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഇവിടുന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇവിടുന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പഠിക്കണോടെ. അതുകൊണ്ടാ പറയുന്നത് ഇത്രയും ക്ലിയർ ആയെങ്കിൽ അടുത്ത 8ാമത്തെ വീക്കിലോട്ട് പോകാമോ? 8ാമത്തെ വീക്കിലോട്ട് പോകാമോ? 8ാമത്തെ വീക്കിൽ എന്താ പ്രത്യേകത? 8ാമത്തെ വീക്കിൽ എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 8ാമത്തെ വീക്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താ പ്രത്യേകത? എംബ്രിയോ എന്ന് പറഞ്ഞു. ഈ 8ാമത്തെ വീക്ക് എത്തുമ്പോഴേ അതൊരു മനുഷ്യക്കുഞ്ഞാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതോടെ ഹ്യൂമൻ എംബ്രിയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലാവുന്ന എപ്പോഴായിരിക്കും ആ ഹ്യൂമൻ എംബ്രിയോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാടെ? അത് 8ാമത്തെ വീക്കിലല്ലേ? അതുവഴി എന്താണ്? അതൊരു ഷേപ്പ് ഇല്ലാതെ കിടക്കുമല്ലേ? 8ാമത്തെ വീക്കിൽ എത്തുമ്പോൾ എന്താണ്? അത് ഹ്യൂമൻ എംബ്രിയോ എന്ന് മനസ്സിലാക്കാൻ പാകത്തിലാവുന്നത് അത് 8ാമത്തെ വീക്കിലാണ്. ആ സമയത്താണ് ഈ 8ാമത്തെ വീക്കിലാണ് ആൻഡ് ഇറ്റ്സ് ലെങ്ത് എത്ര ഉണ്ടായിരിക്കും? 8ാമത്തെ വീക്ക് എത്തുമ്പോൾ ആൻഡ് ഇസ് ദ ലെങ്ത് എത്ര ഉണ്ടായിരിക്കും? ഇസ് ദ 3 സെന്റിമീറ്റർ ആണ്. ഈ 8ാമത്തെ വീക്ക് എത്തുമ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. ആ സമയത്തുള്ള ഇസ് ദ ടോട്ടൽ വെയിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 ഗ്രാം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്തൊക്കെ അറിയാമോ? ഇവിടെ ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ഇവിടെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആരും കണ്ടോണ്ട് പ്രീവിയസ് ആയിട്ട് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഈ ഒരു പീരീഡിൽ വച്ചല്ലേ ഈ പറഞ്ഞ എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്ന പീരീഡ് ഏത് വെച്ചാണ്? എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്ന പീരീഡ് ഏതാ? എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ റീനൽ ആയാലും, ഈ പറഞ്ഞ GAT ആയാലും, ഈ പറഞ്ഞ യൂറിനറി ആയാലും, അത് എല്ലാം അത് തുടങ്ങുന്ന എപ്പോഴായിരിക്കും? 8ാമത്തെ വീക്കിലാണ്. എല്ലാം ഫോം ചെയ്യുന്നപ്പോഴാ 8ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് എന്താണ്? എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്നത് എപ്പോഴാ? ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്ന വീക്ക് എപ്പോഴാണ്?
എപ്പോഴും എല്ലാരും പറയണം. ഇനി ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത ഉണ്ട്. 8ാമത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു പ്രത്യേകത ആർക്ക് പറയാം? ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഐലിഡ്സ് ഫോം ചെയ്യുന്ന എപ്പോഴാ? ഐലിഡ്സ് അത് ഫ്യൂസ് ചെയ്യുന്ന എപ്പോഴാടെ? ഒരു കുട്ടിയുടെ ചോദ്യം വരും, ഐലിഡ്സ് ഫ്യൂസ് ചെയ്ത് എപ്പോഴാണ്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എത്രാമത്തെ വീക്കിലാടെ? എല്ലാവരും പറയണം 8ാമത്തെ വീക്കിലാണ്. അതും 8ാമത്തെ വീക്കിലാണ്. എന്താണ് ഐലിഡ്സ് ഫ്യൂസ് ചെയ്ത് എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ അത് 8ാമത്തെ വീക്കിലാണ്. ഞാനൊരു ചുവന്ന മഷീട്ട് കാണുന്നുണ്ടോ ആരെങ്കിലും? ഞാനൊരു ചുവന്ന മഷീട്ട് അടയാളപ്പെടുത്തി വച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിലിരിക്കണം. 8ാമത്തെ വീക്കിലാണ് ഈ പറഞ്ഞ ഐലിഡ്സ് ഫോം ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ ക്ലിയർ എല്ലാവർക്കും? ഇതുവരെ ഫസ്റ്റ് തൊട്ട് ഇതുവരെ എല്ലാവരും കമന്റ് ചെയ്യണം. ഇപ്പൊ ഉള്ള ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും. എങ്ങനെ ഒന്നുകൂടെ പറയും. ആർക്കും കുഴപ്പമുണ്ടോ? ഞാനിത് ഒന്നുകൂടെ പറയാൻ കുഴപ്പമുണ്ടോ? ഒന്നുകൂടെ പറയട്ടെ. അത് പറയുമ്പോൾ നിങ്ങൾ ചറപറ ഈ പറഞ്ഞ ദ വീക്കുകൾ പറയൂ. ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ആൻസർ ആയിട്ട് ഈ പറഞ്ഞ ദ വീക്കുകൾ പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരുമല്ലോ എല്ലാവരും പറയൂ. ഇവിടെ എല്ലാവരും പറയോ? യെസ്. ഇസ് ദ പ്രീ എംബ്രിയോണിക് പീരീഡ് ഏതാ? ഇസ് ദ ഫീറ്റൽ ഡെവലപ്മെന്റ് ഈ പറഞ്ഞ ഇസ് ദ പ്രീ എംബ്രിയോണിക് പീരീഡ് ഏതാ? 0 2 week. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇസ് എംബ്രിയോണിക് പീരീഡ് ഏതാ? 2 to 3 weeks. അടുത്ത ക്വസ്റ്റ്യൻ, ആ സമയത്തുണ്ടാവുന്ന ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? ആ സമയത്തുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? 1.5 തൊട്ട് ഒരു 2 സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? മില്ലിമീറ്റർ. അത്ര ചെറുതാണ്. ആ സമയത്ത് ഈ പറഞ്ഞ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ? യെസ് ഓർ നോ? ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഇല്ലയോ? ആ ഹാർട്ട് എന്ത് ഫോമിലാണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഹാർട്ട് എന്ത് ഫോമിലാണ്? ട്യൂബുലാർ ഫോമിലാണ്. ഇനി ഇത് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? എത്രാമത്തെ ദിവസം? 21ാമത്തെ ദിവസം. ഇനി ഈ പറഞ്ഞ ബ്രെയിനും സ്പൈനൽ കോഡും എത്രാമത്തെ വീക്കിലാണ് കംപ്ലീറ്റ് ഷേപ്പിലോട്ട് വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും അത് എത്രാമത്തെ വീക്കാണ്? ഒരു 2 to 3 weeks അല്ലേ? 2 to 3 weeks അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ വരുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? അതും 2 മുതൽ 3 വീക്ക് അല്ലേ? അതും 2 മുതൽ 3 വീക്കിലാണ്. 2 മുതൽ 3 വീക്കിലാണ്. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇനി 5 മുതൽ 6 വീക്കിന്റെ പ്രത്യേകത എന്താ? 5 മുതൽ 6 വീക്കിൽ ഈ പറഞ്ഞത് എംബ്രിയോ ആണോ? 5 മുതൽ 6 വീക്കിൽ ഏത് പീരീഡാടെ? 5 മുതൽ 6 വീക്കിലുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? 5 മുതൽ 6 വീക്ക് എത്തുമ്പോൾ ഈ എംബ്രിയോയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? എത്ര ലെങ്ത് എത്രയുണ്ട്? 0.4 തൊട്ട് 0.5 സെന്റിമീറ്റർ ആണോ മില്ലിമീറ്റർ ആണോ? സെന്റിമീറ്റർ അല്ലേ? അപ്പോഴുള്ള ഈ പറഞ്ഞ എംബ്രിയോയുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 0.4 ഗ്രാം അല്ലേ? 0.4 ഗ്രാം. അതേ സമയത്ത് ഈ പറഞ്ഞ ഹാർട്ട് ഇസ് ദ ഡബിൾ ചേംബർ ആവുന്ന വീക്ക് എത്രാമത്തെയാണ്? ഹാർട്ട് ഈ പറഞ്ഞ ഡബിൾ ചേംബർ ആവുന്ന ഈ പറഞ്ഞ വീക്ക് എത്രാമത്തെ വീക്കാണ്? 6ാമത്തെ വീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഹാർട്ടിന്റെ ഡബിൾ ചേംബർ അത് വിസിബിൾ ആവുന്ന വീക്ക് എത്രയാണ്? ഈ പറഞ്ഞ ഹാർട്ട്
ഡബിൾ ചേംബർ ആവുന്ന ദ വീക്ക് എത്രാമത്തെയാണ്? ആറാമത്തെ. ആറാമത്തെ. ഇതുവരെ എല്ലാരും ആൻസർ പറയുന്നുണ്ടോ അവിടെ? എല്ലാരും പറയുന്നുണ്ട്. കുറെ പേരൊന്നും പറയുന്നില്ല. പറയുന്നുണ്ട്. ഇനി ദ ഫേസ് ഫോം ചെയ്യുന്ന വീക്ക് എത്രാമത്തെയാണ്? ദ ഫേസ് ഫോം ചെയ്യുന്ന വീക്ക് എത്രാമത്തെയാണ്? ആൻഡ് ദ ലിംസ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? ആൻഡ് ദ ലിംസ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? 6. നെക്സ്റ്റ്. അതൊരു ഹ്യൂമൻ എംബ്രിയോ എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വീക്ക് എപ്പോഴാടെ? അത് ഹ്യൂമൻ എംബ്രിയോ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എപ്പോഴാടെ? 8ാമത്തെ വീക്ക് അല്ലേ? 8ാമത്തെ വീക്കിൽ ആ സമയത്തുള്ള ടോട്ടൽ ലെങ്ത് എത്രയാണ്? ആ സമയത്തുള്ള ടോട്ടൽ ലെങ്ത് എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ. ആ സമയത്തുള്ള ടോട്ടൽ ഇത് വെയിറ്റ് പറഞ്ഞു. എത്രയാ ടോട്ടൽ വെയിറ്റ്? ടോട്ടൽ വെയിറ്റ് 2 gram അല്ലേ? 2 gram ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. വെരി വെരി. ദ സിസ്റ്റംസ് എല്ലാം ഫോം ചെയ്യുന്നത് അത് എത്രാമത്തെ വീക്കിലാണ്? എല്ലാ സിസ്റ്റംസും ഫോം ചെയ്യുന്നത് എത്രാമത്തെ വീക്കിലാ? 8ാമത്തെ വീക്കിലാണ്. 8ാമത്തെ വീക്കിലാണ്. ആൻഡ് ഐലിഡ്സ് രണ്ട് ഫ്യൂസ് ചെയ്യുന്നത് എപ്പോഴാ? ഐലിഡ്സ് ഫ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? ഓർമ്മിച്ചു വെക്കണം, 8ാമത്തെ വീക്കിലാണ്. യെസ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോടെ? ഇതുവരെ പറഞ്ഞ എല്ലാം ക്ലിയർ ആയോടെ? എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മൾ ചുമ്മാ കാണാൻ പഠിച്ച കാര്യമുണ്ടോ? കാണാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ അവിടെ. ഇതുപോലെ പഠിക്കേണ്ടത്. സത്യം പറഞ്ഞ് ചുമ്മാ വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ? ഇത് ചുമ്മാ വായിച്ച് കാണുന്ന ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെ പഠിക്കണം. വീണ്ടും വായിച്ച് പഠിക്കണം. അടുത്ത കാര്യം, 12ാമത്തെ വീക്കാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. 12ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് ഈ നിങ്ങളുടെ ഫേസ് ഇല്ലേ, ആ ഫേസ് എല്ലാം കംപ്ലീറ്റ് ഇറ്റ് വെൽ ഫോം എത്തുന്ന എപ്പോഴാ? ഫേസ് എല്ലാം നല്ല വെൽ ഫോംഡ് ആയി വരുന്ന എപ്പോഴാ? 12ാമത്തെ വീക്കിലാണ്. ഫേസ് ആയി ഫോം ചെയ്ത് വരുന്ന എപ്പോഴാ? 12ാമത്തെ വീക്കിലാണ്. മാത്രമല്ല ഇത് കിഡ്നി അത് വരുന്ന എപ്പോഴാ? ഈ പറഞ്ഞ കിഡ്നി ഫോം ചെയ്തുകൊണ്ട് ഫസ്റ്റ് യൂറിൻ ഫോം ചെയ്യുന്ന എപ്പോഴാ? ഫസ്റ്റ് യൂറിൻ ഫോം ചെയ്യുന്ന എപ്പോഴാ? 12ാമത്തെ വീക്കിൽ. 12ാമത്തെ വീക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ ഫേസും വരും. ആൻഡ് ഈ പറഞ്ഞ കിഡ്നി അത് വെറുതെ ഇരിക്കത്തില്ല. ഈ പറഞ്ഞ യൂറിൻ ഫോം ചെയ്യുന്നതും 12ാമത്തെ വീക്കിലാണ്. അടുത്ത് വരുന്ന ഒരു 3ാമത്തെ പോയിന്റ് ആണ് ഈ പറഞ്ഞ സെക്സ് വിസിബിൾ ആവുന്നത് എപ്പോഴാണ്? 12ാമത്തെ വീക്ക് എത്തുമ്പോഴാണ്. നമുക്ക് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കൃത്യമായി ഈ സമയത്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 12ാമത്തെ വീക്കിലാണ് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഈ പറഞ്ഞ സെക്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 12ാമത്തെ വീക്കാണ്. ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? 12ാമത്തെ വീക്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? ഉണ്ടോടെ? അറിയാം. ആർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ഉണ്ടോ? 12ാമത്തേക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അറിയാമല്ലോ, പറഞ്ഞോടെ. ഈ പറഞ്ഞ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്ന എപ്പോഴാടെ? ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് കേൾക്കുന്ന നമ്മൾ സാധനം ഉപയോഗിക്കുക. എന്റെ പേരെന്താടെ? ആർക്കൊക്കെയോ അറിയാം ആ പേര്. ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് സാധനം വെച്ച് കേൾക്കുക. എന്തൊരു പേരെന്തോടെ? എന്റെ ഈറ്റോസ്കോപ്പാ? ഡോപ്ലറോ? സ്റ്റാർ ലെറ്റർ ദ ടി ആണ്. ദ ടി വെച്ച് ഉപയോഗിക്കും. എന്താണ് ദ ടി? എന്താണ്? പണ്ട് എപ്പോഴോ കേട്ടുള്ള കാര്യമുണ്ട്. TR. ബാക്കി പറയട്ടെ. പണ്ട് എപ്പോഴോ കേട്ട കാര്യമാണ്.
ട്രാൻസ്ലേസറോ എന്തോ പേരുണ്ടോ അവിടെ? അറിയാമോ? ഇറക്കി എവിടെ കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ലേസറോ എന്തോ പേരുണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ, പണ്ട് എപ്പോഴോ പഠിച്ച കാര്യമുണ്ടല്ലേ. അത് വെച്ചാണോ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്? അത് വെച്ച് കേൾക്കാൻ പറ്റുമല്ലേ അല്ലെ? ആ ഹാർട്ട് സൗണ്ട് കേൾക്കുന്ന എപ്പോഴാ? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എപ്പോ കേൾക്കാം? ഒരു 10 മുതൽ 12ാമത്തെ വീക്ക് എത്തുമ്പോൾ നമുക്ക് അത് വെച്ച് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലേ? സൗണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ഈ പറഞ്ഞത് സൗണ്ട് കേട്ടിട്ടുണ്ടോ എങ്ങനെ ആരെങ്കിലും? യെസ്, കേട്ടിട്ടുണ്ടല്ലേ? ആ 10 മുതൽ 12 വീക്ക് എത്തുമ്പോഴാണ്, 10 മുതൽ 12 വീക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ദ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ? 10 മുതൽ 12 വീക്ക് എത്തുമ്പോഴാണ് ഈ പറഞ്ഞ ദ ഹാർട്ട് ബീറ്റ് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് 6ാമത്തെ വീക്കിൽ ഈ ഹാർട്ട് അത് ഡെവലപ്പ് ചെയ്യല്ലേ? ഫസ്റ്റ് 6ാമത്തെ വീക്കിൽ ഈ പറഞ്ഞ ഹാർട്ട് അത് ഡെവലപ്പ് ചെയ്യും. പക്ഷേ 10 മുതൽ 12 വീക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് കേൾക്കാൻ പറ്റത്തുള്ളൂ? സൗണ്ട് കേൾക്കാൻ പറ്റുമല്ലേ? ഇത് ഡോപ്ലർ ആണോ അവിടെ? ഇത് ഡോപ്ലർ വെച്ച് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഇത് ഡോപ്ലർ 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 പറ്റുമോ? 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 യെസ്, യെസ്. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഈ സമയത്തുള്ള ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഈ സമയത്തുള്ള ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? അതുകൂടെ പറയണം. എത്ര ലെങ്ത് ഉണ്ടായിരിക്കും? എത്ര ലെങ്ത് ഉണ്ടായിരിക്കും? ചുവന്ന മഷി ഇട്ട് കുറിച്ച് വെച്ച് കൊള്ളുക. ഒരു 6 മുതൽ ഒരു 9 സെന്റിമീറ്റർ അല്ലെ? 6 മുതൽ ഒരു 9 സെന്റിമീറ്റർ ആണ് ഈ സമയത്തുള്ള ദ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി കുട്ടിയുടെ വെയിറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒരു 20 ഗ്രാമും കൂടെ കാണും. ഇത് വെയിറ്റ് കൂടെ ചോദിക്കുകയാണെങ്കിൽ ഒരു 20 ഗ്രാം വരെ കാണും. ഇനി ഈ പറഞ്ഞ ദ സെക്സ് വിസിബിൾ ആവുന്നൊരു കാരണം എന്താ? ഈ പറഞ്ഞ ദ സെക്സ് വിസിബിൾ ആവുന്നതിന് കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? ആർക്ക് പറയാം? ഇത് സെക്സ് വിസിബിൾ ആവുന്നതിന്റെ കാരണം എന്താ? എന്താ? ഈ 12ാമത്തെ ആഴ്ചയിലെ ഇത് എക്സ്റ്റേണൽ ജെനിറ്റൽസ് എല്ലാം ഡെവലപ്പായി വരുന്നത് 12ാമത്തെ വീക്കിലല്ലേ? ഈ പറയുന്നത് ഇത് എക്സ്റ്റേണൽ ജെനിറ്റൽസ് എല്ലാം അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ട് അത് ഡെവലപ്പായി വരുന്നത് 12ാമത്തെ ആഴ്ചയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് 12ാമത്തെ ആഴ്ച എത്തുമ്പോൾ എല്ലാം വിസിബിളായി കിട്ടുന്നത്. കുട്ടി ആൺകുട്ടിയാണോ, മെയിൽ കുട്ടി മെയിലാണോ ഫീമെയിൽ ആണെന്ന് അപ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. 12ാമത്തെ വീക്ക് ക്ലിയർ ആയോ? 12ാമത്തെ വീക്ക് ക്ലിയർ ആയോ? ഈ സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ആർക്ക് പറയാം? ആർക്ക് പറയാം? ഈ സമയത്താണ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ പറഞ്ഞ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 12ാമത്തെ വീക്കിലാണ്. ഒരിക്കലും മറന്നു പോകരുത്. 12ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് എന്താണ് തൈറോയ്ഡ്സിന്റെ ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാ? 12ാമത്തെ വീക്കിലാണ്. ഇമ്പോർട്ടന്റ് കാര്യം. എത്ര വെയിറ്റ്? എത്രയാ? എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഉണ്ട്? എത്ര വെയിറ്റ് ഉണ്ട്? 20 ഗ്രാം. 20 ഗ്രാം. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇങ്ങനെ രീതിയുണ്ട്. ഈ പറഞ്ഞ എക്സ്റ്റേണൽ ജെനിറ്റൽസ് അത് ഫോം ചെയ്ത വീക്ക് എത്രയെന്ന് ചോദിച്ചാൽ എത്ര എഴുതും? ഈ പറഞ്ഞു തന്ന എക്സ്റ്റേണൽ ജെനിറ്റൽസ് അത് ഫോം ചെയ്തത് അത് എത്രാമത്തെ വീക്ക് എന്നത് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ 12ാമത്തെ വീക്ക് എന്ന് കൃത്യമായി ആൻസർ ചെയ്യണം. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയോ? എല്ലാവർക്കും ആർക്കെ ഒന്നുകൂടെ പറയണം? ആർക്കെ ഒന്നുകൂടെ പറയണം? ഒന്നുകൂടെ പറയണം? വേണോടെ? വേണോടെ? വേണ്ട, അത് വേണ്ട. ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല. പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ പറയാൻ നിങ്ങൾ ചറവറ ആൻസർ വേണം. ഫുൾ അല്ല. നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ തൊട്ട്. നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്ത് അത് തൊട്ട്. ഈ പറഞ്ഞ ഫേസ് ഫോം ചെയ്തത് എത്രാമത്തെ വീക്കിലാ?
ദ ഫേസ് ഫോർമേഷൻ എത്രാമത്തെ വീക്കിലാ? ആൻഡ് അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബ് ഫോം ചെയ്യുന്ന എപ്പോഴാ? അപ്പർ ലിംബും ആൻഡ് ദ ലോവർ ലിംബും ഫോം ചെയ്യുന്ന എപ്പോഴാ? 6. ആ സമയത്തുള്ള ഈ പറഞ്ഞ ടോട്ടൽ വെയിറ്റ് എത്രയാ? ടോട്ടൽ വെയിറ്റും പറയണം, ഈ പറഞ്ഞ ടോട്ടൽ ലെങ്തും പറയണം. ടോട്ടൽ വെയിറ്റും പറയണം, ടോട്ടൽ ലെങ്തും പറയണം. 4 gram. 4 ആണോ 0.4 ആണോ? 4 ആണോ 0.4 ആണോ? 0.4 gram. ആ ഇനി ഹാർട്ട് എപ്പോഴാണ് ഇത് ഡബിൾ ചേംബറായി സ്റ്റാർട്ട് ചെയ്യുന്നത്? എപ്പോഴാ ഹാർട്ട് എപ്പോഴാണ് ഇത് ഡബിൾ ചേംബറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? 6. ഇപ്പൊ എല്ലാ സിസ്റ്റംസ് ഫോം ചെയ്യുന്ന എപ്പോഴാ? എല്ലാ സിസ്റ്റംസ് ഫോം ചെയ്യുന്ന എപ്പോഴാ? 8. ഐലിഡ്സ് ഫോം ചെയ്യുന്ന എപ്പോഴാ? ഐലിഡ്സ് അത് ഫ്യൂസ് ചെയ്യുന്ന എപ്പോഴാ? 8. ആൻഡ് ദ ഫേസ് ഫോർമേഷൻ ചെയ്യുന്ന എപ്പോഴാ? ദ ഫേസ് കംപ്ലീറ്റ്ലി നല്ല വെള്ളായിട്ട് ഫോം ചെയ്യുന്ന എപ്പോഴാ? 12. 12 അല്ലേ? 12. ആൻഡ് ദ കിഡ്നി ഇറ്റ് ബിഗിൻ ടു ഫോം ദ യൂറിൻ എപ്പോഴാ? ഇത് കിഡ്നി ഫസ്റ്റ് യൂറിൻ ഫോം ചെയ്യുന്ന എപ്പോഴാ? 12. ആൻഡ് ദ കംപ്ലീറ്റ് ദ സെക്സ് വിസിബിൾ ആവുന്ന എപ്പോഴാ? 12. 12ാമത്തെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എത്രാമത്തെ വീക്കിലാണ് ഇത് പറഞ്ഞത് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നത്? എത്രാമത്തെ വീക്കിലാണ് ഫസ്റ്റ് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നത്? എപ്പോഴാണ്? 12. ആ സമയത്തുള്ള ഈ പറഞ്ഞ ഇത് ടോട്ടൽ ലെങ്ത് എത്രയാ? ആ സമയത്തുള്ള കുട്ടിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? ലെങ്ത് 6 മുതൽ 9 സെന്റിമീറ്റർ അല്ലേ? 6 മുതൽ 9 സെന്റിമീറ്റർ ആണോ? ആണ്. ആ സമയത്തുള്ള ടോട്ടൽ വെയിറ്റ് എത്രയാ? ടോട്ടൽ വെയിറ്റ് 20 gram. 20 gram. യെസ്. ഇനി തൈറോയ്ഡ് ഹോർമോൺസ് എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്രൊഡ്യൂസിങ് എപ്പോഴാ? എത്രാമത്തെ വീക്കിലാ? 12ാമത്തെ വീക്ക്. 12ാമത്തെ വീക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? ഇവിടെ ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഞാൻ പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാണ് പോകുന്നത്. ഇവിടെ ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. അടുത്ത 16ാമത്തെ ഹെഡിങ് കിട്ടോ? 16ാമത്തെ വീക്ക്. 16ാമത്തെ വീക്കിന്റെ പ്രത്യേകത എന്താ? ഇവിടെ എന്തുണ്ടേ? എത്രയായിരിക്കും? എന്താ ഫസ്റ്റ് ടോട്ടൽ ലെങ്ത് എത്രയാ? എത്ര ലെങ്ത്? ഒരു 11.5 തൊട്ടൊരു 13.5 സെന്റിമീറ്റർ ആണ് എന്താണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 16ാമത്തെ വീക്ക് എത്തുമ്പോഴാണ് എന്താണ് ഈ പറഞ്ഞ ലെങ്ത് 11.5 തൊട്ട് 13.5 വരെ എത്തുന്നത്. മാത്രമല്ല ഈ പറഞ്ഞത് എംബ്രിയോയിൽ ടോട്ടൽ ലെങ്ത് പറഞ്ഞു, ടോട്ടൽ വെയിറ്റ് എത്ര വരെ പോവും? ഇത് 100 gram ആണോ അതോ 100 എത്രയുടെ ഒരു 100 gram വരെ പോകുന്ന എപ്പോഴാ? ചോദ്യം ചോദിച്ചത് ഈ പറയുന്നത് ഫസ്റ്റ് 100 gram വരുന്നത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട് 16ാമത്തെ വീക്കിലാണ്. ഈ പറഞ്ഞ ഫസ്റ്റ് 100 ഗ്രാമിലോട്ട് എത്തുന്നത് എത്രാമത്തെ വീക്കിലാ? 16ാമത്തെ വീക്കിലാണ് എത്തുന്നത്. പക്ഷെ ഇവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ക്വസ്റ്റ്യൻ വരുന്നത് ചോദിക്കുന്നത്? ഈ സമയം എത്ര മാസമായി കാണും അവിടെ? ഈ സമയം എത്ര മാസമായി കാണും? പറയണം. ഏകദേശം 4 മാസമാകണം അല്ലേ? ഏകദേശം 4 മാസമാകണം എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണോ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണോ തേർഡ് ട്രൈമസ്റ്റർ ആണോ? ഏത് ട്രൈമസ്റ്ററിലായിരിക്കും? സെക്കൻഡ്. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ആവണം അല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയാൽ മാത്രമേ
ഇത് വെയിറ്റ് എത്രയാകത്തുള്ളൂ? ഒരു 100 gram ആകത്തുള്ളൂ അല്ലേ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് എത്തുമ്പോഴാണ് ഇത് വെയിറ്റ് ഒരു 100 gram ആകുന്നത് അല്ലേ? അല്ലേ? ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിലോട്ട് എത്തുമ്പോഴാണ് വെയിറ്റ് 100 gram ആകുന്നത്. മാത്രമല്ല is active the fetal movements സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? കേരള പീസിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആക്റ്റീവ് ദ ഫീറ്റൽ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? 16ാമത്തെ വീക്കിലാണ്. ഇവിടെ വെച്ചാൽ ഇത് ബോൺ എല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്യടെ കട്ടി പിടിച്ചുണങ്ങല്ലേ? ആ കട്ടി പിടിക്കുന്ന പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ആർക്കും പറയാം? എന്താണ്? ഇറ്റ് ഈസ് ബോൺ ഓസിഫിക്കേഷൻ ആണോ? ഇറ്റ് ബോൺ ഓസിഫിക്കേഷൻ ആണോ? ബോൺ കട്ടി പിടിക്കുക ആണോ? എന്താണ് ഈ ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ് സമയത്താണ് കുട്ടിയുടെ എല്ലാ ബോൺസും കംപ്ലീറ്റ് ഓസിഫിക്കേഷൻ നടക്കും, കട്ടി പിടിച്ചു തുടങ്ങും. ചോദിക്കും, കേരള പീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇസ് ദ ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്ന ഇസ് ദ വീക്ക് എത്രാമത്തെ വീക്കാണ്? 16ാമത്തെ വീക്കിലാണ്. 16ാമത്തെ വീക്കിലാണ് ഈ പറഞ്ഞ ഇസ് ദ ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്ന വീക്ക് ചോദിക്കുകയാണെങ്കിൽ 16ാമത്തെ വീക്കിലാണ്. അവിടെ അത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഈ പറയുന്നത് ലാനുഗോ എന്തോടെ? ലാനുഗോ എന്താ? ഇത് ഹെയർ ആണോ? ഹെയർ ആണോ ലാനുഗോ എന്ന് പറയുന്നത്? ലാനുഗോ ഹെയർ എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ടിങ് തുടങ്ങുന്നു. അത് ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ? ഈ പറഞ്ഞ 16ാമത്തെ വീക്കിൽ തന്നെയാണ്. ഇത് ലാനുഗോ ഇത് ഹെയർ ഫോം ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാ? 16ാമത്തെ വീക്കിലാണ്. മറന്ന് പോകരുത്. അപ്പോ എല്ലാവർക്കും ഈ പറഞ്ഞ 16ാമത്തെ വീക്ക് കിട്ടിയോ? 16ാമത്തെ വീക്കും ക്ലിയർ ആയോടെ? 16 കിട്ടിയോടെ? അപ്പൊ ചോദിക്കും ഈ പറഞ്ഞ കുട്ടിയുടെ വെയിറ്റ് ഒരു 100 gram ആവുന്ന ഇസ് ദ വീക്ക് ഏതാ? ഇനി ആൻസർ പറഞ്ഞോ. ഈ പറഞ്ഞ ഇസ് ദ വെയിറ്റ് 100 gram ആവുന്ന ഈ പറഞ്ഞ ഇസ് ദ വീക്ക് ഏതാ? 16. അടുത്ത ക്വസ്റ്റ്യൻ, ഇതേ വെയിറ്റ് 100 gram ആവുന്ന ട്രൈമസ്റ്റർ ഏതാ? ഇതേ വെയിറ്റ് 100 gram ആവുന്ന ഈ പറഞ്ഞ ഇത് ട്രൈമസ്റ്റർ ഏതാ? സെക്കൻഡ് ട്രൈമസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ആക്റ്റീവ് ദ ഫീറ്റൽ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ആവുന്നത് എപ്പോഴാ? 16ാമത്തെ വീക്ക്. 16ാമത്തെ വീക്ക്. ഇനി ഇങ്ങനെയും ചോദിക്കാം, ഇസ് ബോൺ ഓസിഫിക്കേഷൻ നടക്കുന്ന പറഞ്ഞത് വീക്ക് ഏതാ? ബോൺ കട്ടി പിടിക്കുന്ന വീക്ക് ഏതാ? 16ാമത്തെ വീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ലാനുഗോ ദ ഫൈൻ ഹെയർ വരുന്ന എപ്പോഴാ? 16ാമത്തെ വീക്ക്. 16ാമത്തെ വീക്ക്. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. കേരള PC പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങളെല്ലാം ക്ലിയർ ആയോടെ? കംപ്ലീറ്റ് മനസ്സിലായോ? എല്ലാവർക്കും 16 വരെ ക്ലിയർ ആയോടെ? ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ 16 വരെ ക്ലിയർ ആയോടെ? 16 വരെ ക്ലിയർ ആണ്? മതി. ഇന്ന് 16 വരെ മതി. ഇന്ന് 16 വരെ മതി. ഇവിടെ ഇന്ന് ഇതുവരെ മതിയോ? ഇതുവരെ മതി ഇവിടെ ഇന്ന്? യെസ്, ശരിയല്ലേ? മതി. കാരണം എന്താ, ഇതുവരെ പഠിച്ചതിന്റെ കംപ്ലീറ്റ് മനസ്സിലായിരിക്കുകയാണ്. മനസ്സിലായിരിക്കുന്നത് കളയരുത്. യെസ്, ഞാൻ പഠിപ്പിച്ചത് സ്റ്റഡി നോട്ട് നോക്കി ഫസ്റ്റ് ഈ പറഞ്ഞ ദ വീക്ക് വായിക്കണം. അപ്പോൾ ആലോചിക്കണം ഞാൻ എങ്ങനെയാ പഠിക്കേണ്ടത്. ഈ പറഞ്ഞ ദ വീക്ക് നോക്കണം. അപ്പോഴൊന്ന് ആലോചിക്കണം ഈ വീക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കും എല്ലാവരും. ഈ സ്റ്റഡി നോട്ട് നോക്കിയ ശേഷം പഠിക്കുക, ആലോചിക്കണം ഈ വീക്കിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് കംപ്ലീറ്റ് വായിച്ച് നോക്കണം. ഓക്കെ അല്ലേ? പഠിക്കണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ. ടുമോറോ ക്ലാസ് വെച്ച് അറ്റൻഡ് ചെയ്യാമോ? യെസ്. ഇഷ്ടംപോലെ ക്ലാസ് എടുത്തോ. ഓക്കെ, കാണാം. ടുമോറോ കാണാം. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you so much. 9:30 PM. Thank you so much.